ട്രിവാലി റിസോർട്ട്. നമ്മുടെ ഈ ട്രിവാലി റിസോർട്ട് ആ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നിറഞ്ഞതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ അഭയം തേടിയ റിസോർട്ടാണ് ട്രിവാലി റിസോർട്ടിന്റെ പാർട്ട്ണർമാരുടെ ബന്ധുവും മുൻ പഞ്ചായത്ത് അംഗം കെ എസ് അബ്ദുൽ കലാം അല്ലേ. ട്രിവാലി റിസോർട്ട് ഒരു വലിയ അഭയകേന്ദ്രമായിരുന്നു ആ ദിവസം അവിടെ. അന്ന് രാത്രി ഏകദേശം ഒരു 8 മണിയോടുകൂടി മഴ ശക്തി പ്രാപിച്ചപ്പോൾ കുറേ ആളുകളെ ഈ റിസോർട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. അവിടെ ഞാനിവിടെ മേപ്പാടി താമസം. ഞാൻ ബ്രദറും നമ്മളെ ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് തന്നെ ഞാൻ കോഴിക്കോട് നിന്ന് വിളിച്ചു പറഞ്ഞു മഴയാണെങ്കിൽ മാറി താമസിക്കാൻ. അവരത് പ്രശ്നമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നതാണ്. എന്തായാലും ഇത് സംഭവിച്ചു. മാക്സിമം ആളുകൾ നമ്മൾ റിസോർട്ടിൽ എത്തിച്ചു. പിറ്റേന്നൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടൊക്കെയാണ് മാറിയത്. എനിക്കിപ്പോൾ അത് സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അത് നമ്മൾ ഇനി അലർട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രക്ഷപ്പെട്ട ആളുകൾ, മരിച്ച ആളുകൾ രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ മുന്നിൽ അനുഭവമുണ്ട്. പുത്തുമലയിൽ ഇതുപോലെ സംഭവിച്ച സമയത്ത് ഒരുപാട് വാഗ്ദാനങ്ങളും ഒരുപാട് സഹായങ്ങളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു, ഇപ്പം നടക്കുന്ന പോലെ. പക്ഷേ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ കാണില്ല. യഥാർത്ഥം വരാൻ പോകുന്നത് പറഞ്ഞാൽ എസ്റ്റേറ്റ് പാടികളിൽ താമസിക്കുന്ന ഒരാളുകൾക്ക് ഇനി അവിടെ തൊഴിൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറം എസ്റ്റേറ്റിൽ ജോലി ചെയ്തിട്ടോ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യം ആ നാടന്നെ ഇല്ലാതായ ഒരവസ്ഥയുള്ളതായി. അപ്പോൾ ഇനി പുനരധിവാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ എസ്റ്റേറ്റ് പാടിയിലുള്ള ആളുകൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു താമസ സൗകര്യങ്ങളും അതുപോലെ ഒരു ജീവിത മാർഗങ്ങളും കിട്ടുന്ന രൂപത്തിലുള്ളൊരു പാക്കേജ്. ഇപ്പം പുത്തുമലയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാന്നുകൊണ്ട് കുറേ ആളുകളെ മാറ്റി താമസിപ്പിച്ചിരുന്നു. അത് 1-2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു സംവിധാനം ഇല്ലാതായി. ആ ആളുകളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾക്ക് പിന്നെ ഒരു ഗതിയില്ലാതെ ഇന്നും പുത്തുമലക്കാരെ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്നും അവിടെ പുത്തുമലയിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു വീടില്ലാതെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരു കാര്യം ഒന്ന് പ്രേക്ഷകരോട് പറയാനുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അബ്ദുൽ കലാം താങ്കൾ പറഞ്ഞത്, കാരണം പുത്തുമലയിൽ സംഭവിച്ചതിന് ശേഷം ഒരുപാട് സഹായ ധനം കിട്ടാനും സഹായ ഹസ്തങ്ങളുമായി എത്തി. പക്ഷേ അത് കഴിഞ്ഞ് അത് മനസ്സിൽ നിന്ന് ആ കാര്യങ്ങൾ മറന്നുപോയതോടുകൂടി സഹായവുമില്ല, പിന്നീട് അവിടെ വേണ്ട രീതിയിൽ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. അപ്പം അതുപോലെ ആകരുത് ഒരിക്കലും ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇവിടെ സമഗ്രമായൊരു പുനരധിവാസമാണ് വേണ്ടത്. അതായത് ഇപ്പോൾ ഒരു തോന്നുന്ന ഒരു സഹായം അല്ല വേണ്ടത്, സർക്കാർ തന്നെ മുൻകൈ എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് പുത്തുമല ചെയ്ത പോലെ ഇപ്പം ആളുകളെല്ലാം ക്യാമ്പ് ശാശ്വതമല്ല. ക്യാമ്പിൽ നിന്ന് വാടക വീടുകളിലേക്കൊക്കെ ആളുകൾ മാറുന്നുണ്ട്. ഒന്നുമില്ലാത്ത ആളുകളെ സന്നദ്ധ സംഘടനകളും മറ്റുള്ള ആളുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വാടക വീട്ടിലാക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ ഉത്തരവാദിത്വം സർക്കാർ എടുക്കും. എന്തായാലും ആ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ആ ഭൂമി മുഴുവൻ ഏതാണ്ട് പകുതിയോളം പൊളിഞ്ഞുപോയി. ആ നാട് പകുതിയോളം പൊളിഞ്ഞുപോയി. ഇനി അവിടെ ഒരു ജീവനം സാധ്യമാണോ യഥാർത്ഥത്തിൽ? ആ ഭൂമി, നിങ്ങളുടെ ആ റിസോർട്ടിരിക്കുന്ന മേഖല, അവിടുത്തെ റിസോർട്ടുകൾ മുണ്ടക്കൈ പ്രദേശത്ത് 100% ഇനി വാസയോഗ്യമല്ല. കാരണം കുടിവെള്ളമില്ല, കറണ്ടില്ല, റോഡില്ല, മറ്റുള്ള ജീവിതമാർഗ്ഗങ്ങൾ നടത്താനുള്ള ഒരു പെട്ടിക്കട പോലും നടത്താനുള്ള സാഹചര്യം അവിടെ ഇല്ല. അതുകൊണ്ട് ആ നാട്ടിൽ യാതൊരു പ്രയാസമില്ല, ഒരു ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമില്ല. ചൂരൽമല കുറച്ച് ആളുകളെങ്കിലും ബാക്കിയുണ്ട്. അപ്പം ചൂരൽമല, പുത്തുമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകളെയും നല്ലൊരു സ്ഥലം കണ്ടെത്തി അതിലേക്ക് മാറ്റും. മാത്രമല്ല ഈ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഉച്ചയ്ക്ക് നിങ്ങളോട് സംസാരിച്ചു. ആ ഒരു രൂപത്തിലേക്ക് ഒരിക്കലും ആകരുത്. ഒരാൾ പോലും അർഹതപ്പെടാത്ത ഒരാളുകൾക്ക് കിട്ടാനും പാടില്ല. അർഹതയുള്ള ഒരാൾ പോലും ഇതിൽ നിന്ന് പുറത്തു പോകാനും പാടില്ല. നമുക്ക് ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ അതാണ്. നിലവിൽ ഈ സർക്കാർ പാക്കേജ് ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് അവിടെയുള്ള ലോക്കൽസിന്റെ കൂടി അഭിപ്രായം മാനിച്ചിട്ട് വേണം ഉറപ്പായും